പ്രതിഷേധം, രോഷം, അമർഷം, പ്രക്ഷോഭം ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് യുവ തുർക്കികൾക്ക്, യുവജന സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒക്കെ. പക്ഷേ ജർമ്മൻ നാടകൃത്തായ ബെർത്തോൾഡ് ബ്രെത്ത് പറഞ്ഞിട്ടുണ്ട് അത്രേ, ഒരു നഗരത്തിൽ അനീതിയുണ്ടായാൽ വൈകുന്നേരമാവുന്നതിന് മുമ്പ് അവിടെ കലാപമുണ്ടാകും, അല്ലെങ്കിൽ ആ നഗരം കത്തിച്ചാമ്പലാവണം. പലപ്പോഴും പ്രതിഷേധത്തിന് പോകുന്ന ചെറുപ്പക്കാർ ആവർത്തിച്ചു ഉരുവിടുന്നത് ബ്രെത്തിനെയാണ്. നമ്മുടെ നാട്ടിൽ പ്രതിഷേധങ്ങൾക്ക് മൂർച്ച കുറയുന്നു. 2010 ശേഷം രാജ്യം മുഴുവൻ പ്രതിഷേധത്തിന്റെ കൂടാരത്തിലേക്ക് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചിട്ട് എന്താണ് പ്രതികരണം? ഒരു തരത്തിലുമുള്ള പൊളിറ്റിക്കൽ ഫെറ്റീഗും അവനവനത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ട്. തൽക്കാലം പ്രതിഷേധിച്ച് അപ്പോൾ തന്നെ പിന്മാറുന്നു. ഒരു പ്രതിഷേധത്തെ ദീർഘനാൾ കൊണ്ടുപോകാനോ അതിനെ രാഷ്ട്രീയ രൂപമായി പരുവപ്പെടുത്താനോ ഉള്ള ഊർജം നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന കാലത്താണ് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ചേർന്ന് CJPക്ക് തുടക്കം കുറിക്കുന്നത്. ഞാൻ ഈ മൂവ്മെന്റിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പക്ഷേ ഇന്നത്തെ സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. പ്രശസ്തനായ ഒരു അവതാരകന്റെ വാക്കുകളാണ്. അതായത് വാർത്തയുണ്ടായാൽ പോരാ, പ്രക്ഷോഭമുണ്ടായാൽ പോരാ, യുവജനങ്ങൾ തെരുവിലിറങ്ങിയാൽ പോരാ, അത് കലാപത്തിൽ അവസാനിക്കണം, നാട് കത്തണം, ഇവിടത്തെ ക്രമസമാധാനം തകരണം. എന്നിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അനിൽ നമ്പ്യാർ? ബ്രത്തിനെ ഉദ്ധരിച്ചിട്ടാണ് ഈ മാന്യദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ ബ്രത്ത് ഭാവം അദ്ദേഹം വല്ല അറിയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകന്റെ മോഹഭംഗം അദ്ദേഹം പറയുന്നത് 2010 ശേഷം രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല. അതായത് അവനവനിസമായി മാറിപ്പോയി. യെസ്, അവനവനിസമായിട്ട് മാറുന്നു. പ്രതിഷേധിക്കാൻ വേണ്ടി പ്രതിഷേധിക്കുന്നു, അപ്പൊ തന്നെ പ്രതിഷേധിച്ചവർ പിന്മാറുന്നു. അതല്ല വേണ്ടത്. എന്താ വേണ്ടേ? ബ്രത്ത് പറഞ്ഞതുപോലെ ഒരു നഗരത്തിൽ അനീതി ഉണ്ടാവുകയാണെങ്കിൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് അവിടെ കലാപം ഉണ്ടാവണം. കലാപം ഉണ്ടായാൽ മാത്രം പോരാ, കത്തിച്ചാമ്പലാവണം. ഈ ബ്രത്ത് ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നാടകത്തിലാണോ പറഞ്ഞത്? അതൊരു പക്ഷേ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കോട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അരുൺകുമാറിൻ്റെ മോഹഭംഗം എന്താണ്? ഈ നമ്മുടെ പാറ്റ പാർട്ടി വന്നപ്പോൾ അന്ന് അവർ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. അങ്ങനെ പറയുമ്പോൾ എന്താ? അരുൺകുമാർ ഉദ്ദേശിച്ചതുപോലെ അവിടെ കലാപം ഉണ്ടായിട്ടില്ല, കത്തിച്ചാമ്പലായിട്ടില്ല, വെടിവെപ്പ് ഉണ്ടായിട്ടില്ല, രക്തസാക്ഷികൾ ഉണ്ടായില്ല. ഈ അരുൺകുമാർ എന്ന് പറയുന്ന ദേശദ്രോഹി, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. കാരണം ആ ഫ്ലോറിലിരുന്ന് അയാൾ പറയുന്നതെല്ലാം നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെയാണ്, അല്ലേ? പറയാത്ത ഒരു ദിവസം, അങ്ങനെ ഒരു പരാമർശം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി എന്ന അധികാരത്തിൽ എത്തിയോ അന്ന് തൊട്ടുള്ള കലിപ്പാണ്. എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നു, പക്ഷേ അവരൊന്നും വലിയൊരു ചലനം ഉണ്ടാക്കാതെ പോയി. പാറ്റ പാർട്ടി വന്നപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചു, അയ്യോ ഇവരിറങ്ങി ഇനി കത്തിച്ചാമ്പലാക്കും, അങ്ങനെ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി പദം രാജിവെക്കും നരേന്ദ്രമോദി എന്നൊക്കെ പ്രതീക്ഷിച്ച അരുൺകുമാർ അതൊക്കെ അസ്ഥാനത്തായതിൽ അദ്ദേഹം വിലപിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസൊന്നും എടുക്കൂല, അറിയാലോ. അതാരാണെങ്കിലും, ഇടതുമുന്നണി സർക്കാരാണെങ്കിലും വലതുമുന്നണി സർക്കാരാണ്, പിന്നെ ജനൻ TV യിൽ ആരെങ്കിലും ആയിരിക്കണം, അപ്പം തന്നെ കേസെടുക്കും. ഇപ്പം എനിക്കെതിരെ തന്നെ ഒരു 5-6 കേസുകളുണ്ടല്ലോ. ആ അരുൺകുമാറിനെതിരെ കേസെടുക്കില്ലല്ലോ. അപ്പോൾ ബജരംഗ് ദൾ മുംബൈയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ FIR ഇടും, അല്ലേ? അങ്ങനെയെങ്കിലും അരുൺകുമാറിൻ്റെ വായടപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നോക്കൂ, ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, പറയാം, നമുക്ക് കാര്യങ്ങൾ പറയാം, വിമർശിക്കാം, ആവേശം കൊള്ളാം, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് നാട്ടിൽ അരാജകത്വം വേണം, നാട്ടിൽ ഇതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ക്ഷോഭമുണ്ടായാൽ പോരാ, ആ ജന്തർ മന്ദിറിൽ പോയാൽ പോരാ, ഒത്തുകൂടിയാൽ പോരാ, മുദ്രാവാക്യം മുഴക്കിയാൽ പോരാ, പണ്ട് പഴകി തേഞ്ഞ പഴയ ആസാദി വീണ്ടും മുഴക്കിയാൽ പോരാ, എന്തിനാണ് വന്നതെന്ന് അറിഞ്ഞുകൂടാതെ, എന്താണ് ഈ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് അറിഞ്ഞുകൂടാത്ത കുറെ പേര് അവിടെ ഒത്തുകൂടി, എന്നിട്ട് അവർ പിരിഞ്ഞുപോയി. ഒരു ദേശദ്രോഹിയുടെ തീവ്രവാദിയുടെ മനസ്സാണ് അരുൺകുമാറിന് എതിരെ കേസെടുക്കണം, അങ്ങേയറ്റം വരെ പോകണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം.